അല്ല ബിഗ് ബോസിൽ ഇന്നലെ കണ്ടിരുന്നു. ആ കണ്ടു. എങ്ങനെ എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളത് എല്ലാവരും ആകെ ഡൗൺ ആണ്. ഡൗൺ ആവാനായിട്ട് ഇന്നലെ നിർത്തിവെക്കുന്നു എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു. ആ സ്റ്റേറ്റ്മെന്റിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് ലാലേട്ടൻ എന്തൊക്കെയോ ഇപ്പോ ലാലേട്ടനല്ല, അതിന് മുമ്പ് ബിഗ് ബോസ് പറയുന്നുണ്ട്. അതായത് ഇതുവരെ ബിഗ് ബോസിൽ ഇല്ലാത്ത ഒരു സ്ട്രാറ്റജിയുള്ള ബിഗ് ബോസ് ഇതാണ് ചെയ്യുന്നത്. അതായത് അവര് കഷ്ടപ്പെട്ട് മേടിച്ചുകൊണ്ട് ചിലപ്പോ 10,000 വരെ മുടക്കിയിട്ടായിരിക്കും ഇവർ ഓരോ സാധനം മേടിച്ചു വന്നത്. അനുമോളൊക്കെ പറയണ്ടായിരുന്നു 20 ലിപ്സ്റ്റിക് കൊണ്ടൊക്കെ വന്നതെന്നൊക്കെ. അതൊന്നും ഇവർക്ക് കിട്ടുന്നില്ല. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് അതായത് ഡ്രസ്സൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് ഡ്രസ്സൊക്കെ മേടിച്ചു വന്ന് ബിഗ് ബോസിൽ ഒന്ന് ഷോ കാണിക്കാന്നൊക്കെ ഓർത്ത് ഇവർ ഇതൊക്കെ മേടിച്ചു വന്നിട്ട് ബിഗ് ബോസ് കൊടുക്കുന്നില്ലല്ലോ. അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ. കാരണം നെവിൻ എന്ന് പറയുന്നവരുണ്ടല്ലോ, ആ ഫാഷൻ മോഡലേ കണ്ട അവനൊരു സ്കൂൾ യൂണിഫോം ഇട്ട് കൊടുക്കല്ല, സ്കൂൾ യൂണിഫോം എന്താ ഡ്രസ്സ് കൊടുത്തെന്ന് പറഞ്ഞ അവൻ അവിടെ കിടന്ന് എന്തൊക്കെ കാണിച്ചു കൂട്ടിയേ. ഇത് ഇങ്ങനെ സ്ഥിരമായിട്ട് മേക്കപ്പ് ശീലിച്ചവർക്ക് അതൊരു ക്രൈസാണ്. ഏറ്റവും കൂടുതൽ ജിസേലാണ് പുള്ളിക്കാരി. ഇന്നലെ ഇനിയിപ്പോ അടുത്താഴ്ച ലാലായിട്ട് പൊക്കും. മറ്റേ ബിന്നി പറയുന്ന, ബിന്നി അല്ലല്ലോ, നമ്മുടെ ആ സീരിയൽ ആക്ട്രസ് ഉണ്ടല്ലോ ബിന്നി, അല്ലെ ബിന്നി എന്നാ പേര്. പുള്ളിക്കാരി പറഞ്ഞല്ലോ, പുള്ളിക്കാരി ഉറക്കം എഴുന്നേറ്റപ്പോ പുള്ളിക്കാരി നടക്കുന്ന സമയത്ത് നോക്കുമ്പോ മറ്റേ ജിസേല് ഞാനും കണ്ടായിരുന്നത് കൺസീലർ ഒക്കെ ഇട്ട് മൂത്തൊക്കെ ഇട്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ എന്താണ് നിർത്തിവെക്കാനുള്ള ഒരു സംഭവം വെച്ചിട്ട്. അതായത് ബിഗ് ബോസ് പറയണതൊന്നും അനുസരിക്കുന്നില്ല ഇവര്. അതെ 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 അതെ. പക്ഷെ എനിക്ക് വേറെ കാര്യം ഇന്ന് മനസ്സിലായി. ഈ നമ്മൾ ഞാൻ കണ്ടതാണ്, ശരിയാണോ എന്ന് എനിക്കറിയില്ല. യുവരാജിന്റെ ഒരു ഗേൾ ഫ്രണ്ട് ആയിരുന്നു ജിസേൽ എന്ന് പറയുന്നു. ശരിയാണോ? അറിയാമോ? ഇല്ല, ഞാൻ യുവരാജിന്റെ ഒരു ഗേൾ ഫ്രണ്ട് ആയിരുന്നു. അല്ല, അത് ബോംബെയിലും കൊണ്ടായിരുന്നല്ലോ. ജിസേല് ഈ പറയുന്ന ബിഗ് ബോസിൽ വന്നിരുന്ന ജിസേല് യുവരാജിന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു എന്ന് പറയുന്ന ഒരു ഫോട്ടോ കാണിച്ചിട്ട് ആളുകൾ ചിലപ്പോ ഫോട്ടോ യുവരാജിന്റെ അവർക്ക് കാണുന്നതിൽ ഇത്ര മോഡലാണ്. യുവരാജ് ഇതേപോലെ മോഡലിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. ചില്ലറക്കാരിയല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ കണ്ടതാണ്. അപ്പൊ അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ആണെങ്കിൽ ഇപ്പൊ എന്താ ജനങ്ങൾക്ക് എന്താ പ്രശ്നം? അല്ല, ജനങ്ങൾക്ക് എന്തല്ല, അങ്ങനെ കേട്ടിരുന്നു. അത് മാത്രമല്ല, ഇപ്പൊ ഇന്ന് ഈ പറയുന്ന ഡൗൺ ആവാനുള്ള കാരണം, ഡൗൺ ആവാനുള്ള ഇതിൽ വേറൊരു സംഭവം, അനീഷ് ഇപ്പം അതിന് മുമ്പാണ് ഡൗൺ ആവുള്ള കാര്യം പറയാറ്. ഈ ഡൗൺ ആയി നിൽക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ചൊവ്വ ബുധനില് 6 പേര് 2 പേര് ഔട്ടാവും. വ്യാഴാഴ്ചക്കുള്ളിൽ 2 പേര് ഔട്ടാവും. അത് ആദ്യമായിട്ട്. അതായത് ഇവർക്ക് ഒരു, ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് വിചാരിച്ചു ഇവർക്ക് എല്ലാവർക്കും കളിക്കാൻ അറിയാമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ബിഗ് ബോസിന് മനസ്സിലായി തേങ്ങയ്ക്ക് ഒരു തേങ്ങ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈടത്തിൽ മാണിക്യം എന്നുള്ള സാധനം ഇല്ല. ബിഗ് ബോസിന് തന്നെ അത് മനസ്സിലായി. അതാണ് ഞാൻ പറഞ്ഞത്. നീ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവര് ഈ പറയുന്ന 6 പേരിൽ 2 പേര് ഔട്ട്. അതിലിപ്പോ ഉറപ്പായിട്ട് അതായത് എനിക്കൊന്ന് ഈ ആഴ്ച 4 പേര് പോകും. അതായത് ഞായറാഴ്ച എവിക്ഷൻ ഉണ്ട്. ഈ വീക്കിൽ അത്ര പേര് ആൾക്കാരെ പോവാണ്. പുതിയ ആൾക്കാർ വരട്ടെ. കാരണം എനിക്ക് അതിൽ പറയാനുള്ളതല്ലോ. രേണുസുതി ഇന്നലെ പറയണ്ടായിരുന്നു എനിക്ക് വയ്യ. അതായത് പുള്ളിക്ക് വയ്യെങ്കിൽ പിന്നെ എന്തിനാണ് പോയത്? ഒരാളുടെ അവസരമല്ലേ കളഞ്ഞത്. 6 പേരിൽ ആരൊക്കെ എവിക്ഷനിൽ അനീഷ് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അനീഷ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. 6 വർഷത്തെ കഷ്ടപ്പാടാണ് പുള്ളിയുടെ. കഷ്ടപ്പാടാണ്, പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവനൊരു വിവരമില്ലാന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന പോലെ. അതുപോലെ പുള്ളി കണ്ണനുണ്ടാക്കുന്നുണ്ട്. രേണുസുതി ഈ പറഞ്ഞ പ്രായം കുറഞ്ഞ പെൺകുട്ടിയും രേണുസുതി പോകാനുള്ള പ്ലാനാണ് എനിക്ക് തോന്നിയത്. മിക്കവാറും രേണുസുതിനെ ചവിട്ടി പുറത്താക്കും ബിഗ് ബോസ് തന്നെ. അവിടെ നിന്നിട്ട് പറയാം എനിക്ക് വയ്യ വീട്ടിൽ പോകാം. കഴിഞ്ഞ പ്രാവശ്യം രതീഷും പറയുന്നുണ്ടായിരുന്നു രതീഷിനെ പുറത്താക്കിയോ. അതിൽ വേറെ ആൾക്കാരും പറഞ്ഞു എനിക്ക് വയ്യ. ഞാൻ പറഞ്ഞു വയ്യാത്തവർക്ക് എന്തിനാ, സ്വന്തം ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റി അറിയാവുന്നവർ എന്തിനാ അതിന്റെ ഉള്ളിലേക്ക് വലിയ കയറി വരുന്നത്? ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇത്രയും സോഷ്യൽ മീഡിയ നിൽക്കുമ്പോൾ ബിഗ് ബോസിൽ പോയ ഒരാള് എന്ന് പറയുമ്പോൾ അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പോയി എത്രയോ പേര് ഇപ്പൊ ഏകദേശം 100-150 ആൾക്കാരോളം ബിഗ് ബോസിൽ നമ്മുടെ ഇതുവരെയുള്ള സീസണിൽ വന്നിട്ടുണ്ട്. എത്ര പേര് ജനങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട്? കുറെ പേര് ഓർത്തിരിക്കുന്നില്ല. കഴിഞ്ഞ സിനിമ ഒരു കട്ടിയ പൊക്കം കുറഞ്ഞ ഒരാൾ വന്നിരുന്നു, ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് മറന്നുപോയി. ഞാനും മറന്നുപോയി. അതാ പറഞ്ഞത്. അപ്പൊ ബിഗ് ബോസിൽ വന്നത് കൊണ്ട് കാര്യമില്ല. ബിഗ് ബോസിൽ വന്ന് എന്തെങ്കിലും ചെയ്യണം. അല്ലാതെ വെറുതെ ബിഗ് ബോസിൽ വന്ന ആരാണ് തിരിച്ചറിയുന്ന പറയുന്നതിൽ ഒരു കാര്യമില്ല. പിന്നെ അപ്പം ഇവരൊക്കെ എല്ലാവരും ഡൗൺ ആയിട്ട് പിന്നെ എല്ലാവരും ഭയങ്കര വർത്തമാനം, ദേഷ്യപ്പെടുന്നു, ചൂടാവുന്നു, പല സ്ട്രാറ്റജി മാറ്റി. മറ്റേ അഡ്വക്കേറ്റ് ഞാൻ ശരിക്കും നമ്മുടെ ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ശൈത്യയിൽ ഒരുപാട് പ്രതീക്ഷ. ഒരു അഡ്വക്കേറ്റ് ആണല്ലോ, അപ്പൊ വാദിക്കാൻ ഒരു കഴിവുണ്ടാവുമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തു. പക്ഷെ ഇതിപ്പോ ഒരുമാതിരി ഒരു സിനിമ പോലും പറയാൻ പറ്റുന്നില്ല. അത്രയും ഒരു കഴിവില്ലാത്തൊരു ഇതിനു മുമ്പ് ശൈത്യ ഇതിൽ
ഒരു പരിപാടിയിൽ പങ്കെടുത്ത സമയത്ത് ശൈത്യയുടെ അമ്മയും അവാർഡ് മേടിക്കാതിരുന്ന ഒരു ഭയങ്കരമായിട്ടൊരു ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് അവർക്ക് ഫസ്റ്റ് കിട്ടുന്ന പ്രതീക്ഷയോടെ അവിടെ ഇരിക്കുകയായിരുന്നു. ഈ ശൈത്യയുടെ മദർ കൂടിയുള്ള ഇത് പ്രോഗ്രാം ഞാൻ മറന്നുപോയി. അതില് 5ാമത്തെ സ്ഥാനം അവർക്ക് കിട്ടിയത്. അപ്പൊ ശ്വേതാമേനോൻ ട്രോഫി കൊടുക്കുന്ന സമയത്ത് ശൈത്യ വേണ്ട വേണ്ടെന്ന് പറയുന്നുണ്ട്. ഇത്രയും കഴിവ് കേട്ടാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ അന്നൊക്കെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പ്ലാൻഡ് പരിപാടിയാണ്, സ്റ്റാൻഡുകൾ അങ്ങനെയാണല്ലോ, പ്ലാൻഡ് ആയിട്ട് കൊടുക്കാതിരുന്നാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇതിപ്പോ കാണുമ്പോഴാണ് മനസ്സിലായി ഒരു ഇതുമില്ല. ഈ പ്രാവശ്യം ഉള്ളതിൽ എനിക്ക് ഞാൻ മറ്റേ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളല്ലേ ഫോട്ടോ വെച്ചില്ല, അദ്ദേഹം വെറുതെ ഒനിയലിന്റെ പേര് ശരിക്കും ഒനിയലിനെങ്ങാണ്ടല്ല, മറ്റേ ലാലേട്ടൻ വന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ സാബു എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്തെങ്കിലും പുള്ളിക്കൊക്കെ ഒരു സാബുന്നൊക്കെ പുള്ളിയുടെ പേര്. ആരും ഒരു ഞാൻ പറഞ്ഞില്ല, ഒരു രസമില്ലാത്ത ആള്. ഒനിയൽ സാബു എന്നാണ് പുള്ളിയുടെ പേര്. ലാലേട്ടൻ സാബു എന്നാണ് വിളിച്ചോണ്ടല്ലോ. ഒരു ഇതില്ലാത്ത കണ്ടസ്റ്റന്റ് എല്ലാവരും അല്ലെ ചിലപ്പോൾ കണ്ട് ഇഷ്ടപ്പെടുമായിരിക്കും. എനിക്ക് ആകെ ഇപ്പൊ ഞാൻ പറഞ്ഞു ജസീൽ കുഴപ്പമില്ല, അതുപോലെ തന്നെ അനുമോളാണെങ്കിൽ കരച്ചിലാണ്, മിണ്ടിയ കരയും, ഒരുപാട് ക്യൂട്ട്നെസ്സും. ഞാൻ വിചാരിച്ച ശാരീരിക നല്ല ഗെയിമറാണ്. എനിക്ക് ഓപ്പോസിറ്റ് അടിച്ചെടുക്കാൻ പറ്റിയ ശരിക്കും പറഞ്ഞാൽ മറ്റവരെ പൊളിക്കണമായിരുന്നു. അല്ല ഇപ്പൊ ഞാൻ നിലവിൽ എനിക്ക് ഇതുവരെ കണ്ടതിൽ ഏറ്റവും നല്ല പ്ലെയർ അനീഷാണ്. ഞാൻ ആദ്യം കുറച്ച് വെറുത്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ ആരും ഒന്നും ചെയ്യുന്നില്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പരിപ്പെടുക്കുന്നുണ്ട്. പക്ഷെ അപ്പാനിഷത്തിന് പ്രതീക്ഷ ഉണ്ടായി, പുള്ളി എന്താ കുടുംബശ്രീ ആയിപ്പോയി. കഴിഞ്ഞ സീസണിലെ സീക്രട്ട് ഏജന്റ് വാഴയായ സമയത്ത് ഈ സീസണിലെ വാഴയാണെന്നുള്ള രീതിയിലാണ് അപ്പാനിഷത്തിന്റെ ആളുകൾ പറയുന്നത്. കോമളർ അടിച്ചു വരുമ്പോ അടിപൊളിയായിട്ടുണ്ട്. സത്യത്തില് ഇപ്പൊ മൊത്തം ബാക്കി 18 കണ്ടസ്റ്റന്റും അനീഷിനെതിരെ കളിക്കണം. പക്ഷെ ചില സമയത്ത് സ്ട്രാറ്റജി ഇന്നലെ ഒരു പരിപാടി നടന്നല്ലോ, അവർക്ക് ഫുഡ് പോലും കിട്ടാത്ത അവസ്ഥയായി അനീഷ് കാണിച്ചത്. 1ാമത് പുള്ളിക്ക് പോണം. ആ ഒരു സംഭവം അനീഷ് കുറച്ച് വാശി പിടിച്ചോ എന്നൊരു ഡൗട്ട്. അല്ല സ്ട്രാറ്റജി എന്ന് പറഞ്ഞ സാധനമുണ്ട് അനീഷിന്റെ, അത് നല്ലതാണ്. എല്ലാവരും കാരണം രജിത് സാറ് കൊണ്ടുവരുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് എല്ലാവരിലും നമ്മൾ തന്നെ വെറുപ്പിച്ചിട്ട് എല്ലാവരും കൂടി തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ അതിലൊരു ഗെയിം വിജയിക്കാൻ വാഴകളാണെങ്കിൽ പോലും പുള്ളിക്ക് വേണ്ട വിവരമില്ല. ഇവര് സാറ് പറയുന്ന ഒരു കോട്ട് പറഞ്ഞിട്ടൊക്കെയാണ് പുള്ളി കളിച്ചുകൊണ്ട് വെച്ചത്. ഇതൊക്കെ എന്താ പറയാ, അതൊന്നുമില്ല. സാറേ ബിഗ് ബോസേ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവും ബിഗ് ബോസേ പുള്ളിനെ അറിയില്ല കേട്ടോ. പുള്ളിയുടെ കോഴിക്കോടോ അങ്ങനെ എന്തൊക്കെയാണ് സ്ലാങ്ങൊന്നുമല്ല പുള്ളിക്ക് ഒരു അതായത് നമുക്ക് ബിഗ് ബോസ് ഇവർ കാണിക്കുന്നത് കണ്ടോ അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ നാട്ടിൻ പുറത്താണെങ്കിലും പക്ഷെ ഇത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നു. അല്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണല്ലോ പുള്ളി എന്താ പറയുന്നതെന്നുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലാവണം. അതായത് പുള്ളിയുടെ ഗെയിമൊക്കെ അടിപൊളിയാണ്, പക്ഷെ പുള്ളിയുടെ വാഴയായി മാറിപ്പോയി. അതാണ് പറ്റിയത്. എനിക്ക് ഏറ്റവും നല്ലൊരു വാഴയാണെങ്കിലും അത്യാവശ്യം ഇവര് എനിക്ക് തോന്നുന്നു ഇവരോട് വർത്തമാനം പറഞ്ഞിരിക്കുക, ഇവരെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ബിഗ് ബോസിന് പോലും ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇവരെ. അതാണ് എനിക്ക് തോന്നിയത്. അനുമോളൊക്കെ വന്നിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ട്രിഗർ ചെയ്താൽ പോലെ വഴക്ക് നല്ല ആൾക്കാർ എടുക്കണമെന്നാണ് എന്റെ ഒരു. നല്ല ആളുകൾ എന്തെന്നാണ് ഇപ്പൊ ആരാ നല്ല ആളുകൾ? നല്ലത് മീൻസ് എന്തെങ്കിലും കോണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകൾ. എന്താണ് ഞാൻ ഈ പറയുന്ന ആളുകൾ ഇപ്പൊ ആര് വന്നാലും എങ്ങനെ വന്നാലും എല്ലാവരും അത് ചെയ്യുന്നത് തെറ്റാണ്, മറ്റുള്ളവരുടെ കൂടുതൽ നെഗറ്റീവ് അടിക്കും എന്നുള്ള പേടിയിലാണ്. കാരണം എനിക്ക് മനസ്സിലായ കാര്യം അനീഷിനെ വന്നിട്ട് ലാലേട്ടന് എന്തുകൊണ്ട് ഇത് നിങ്ങളോട് കളിക്കാൻ വന്നതാണ്. പക്ഷെ ആ പെൺകുട്ടികളെ രണ്ടുപേരും ലെസ്ബിയൻസ് രണ്ടുപേരെ പറഞ്ഞതിൽ എനിക്ക് വലിയ യോജിപ്പില്ല. നമുക്ക് ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ട് വേണ്ടി, പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം പറയാനല്ല ഇവിടെ വന്നേക്കണേ. ഇത് ബിഗ് ബോസ് കളിക്കാനോ വന്നേക്കണേ, ഗെയിം കളിക്കാനോ വന്നേക്കണേ. അതില് അനീഷ് ചെയ്യുന്നുണ്ടെങ്കിലും അനീഷ് ഒരു എന്താ പറയാ എല്ലാവരും വെറുപ്പ് സമ്പാദിച്ച് ഒറ്റപ്പെടുത്തിയെങ്കിൽ പോലും അനീഷിനത് കെയർ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ആളില്ലെന്ന് എനിക്ക് തോന്നിപ്പോയി. പുള്ളി ഇതുവരെ ഡൗൺ ആയിട്ടില്ല. പുള്ളി ഡൗൺ ആയിട്ടില്ല. ഇതായി കഴിഞ്ഞപ്പോഴും പുള്ളി തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ ഇത്രയും പേര് എന്നെ ഇതാക്കിയിട്ട് ഞാൻ ഇന്നവരെ ഡൗൺ ആയിട്ടില്ല. പുള്ളി തന്നെ പറഞ്ഞില്ല, ഇന്നലെ തന്നെ പുള്ളി പറഞ്ഞല്ലോ. ഇന്ന് പുള്ളിയൊക്കെ വേറെയാണ്. എടാ അനീഷ് ഷാനവാസിക്ക അങ്ങനെയൊക്കെ സംസാരം. പുള്ളി ഭയങ്കരമായിട്ട് സ്ട്രാറ്റജി ആണെങ്കിലും അതെന്തോ സ്ട്രാറ്റജിയാണ്. ഇപ്പൊ എന്ത് പിന്നെയാ സ്ട്രാറ്റജി എന്ന് പറയല്ലേ? കാരണം എന്ന് വെച്ചിട്ട് ഈ ആഴ്ച രണ്ടുപേര് പോവും. അനീഷ് പോകൂല. നീ പറഞ്ഞിട്ട് കാര്യം പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. അനീഷ് എനിക്ക് തോന്നില്ല അനീഷ് പോകാതിരിക്കും. എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം വോട്ടിങ്ങിലൂടെ അല്ല പുറത്താക്കുന്നത്. ഈ തവണ ഈ ആഴ്ചത്തെ ഈ വ്യാഴാഴ്ചക്ക് മുമ്പിലുള്ള എവിക്ഷൻ എനിക്ക് തോന്നുന്നു വോട്ടിങ്ങിലൂടെ അല്ലല്ലോ, ജനങ്ങളുടെ വോട്ടിങ്ങിലൂടെ അല്ല, അവിടുത്തെ ഗെയിംസിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കുന്നത്. അങ്ങനെയാണ് ഇന്നലെ പറഞ്ഞത് അല്ലേ? അപ്പൊ അനീഷ് ആ ഗെയിം മാക്സിമം ജയിക്കാൻ നോക്കൂലേ? അനീഷ് ഗെയിം ജയിക്കാൻ നോക്കട്ടെ.
എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുതിക്ക് പറ്റില്ല, അവൾ പലപ്പോഴും ചെയ്യുന്നില്ല, പുറത്താവും. അതുകൊണ്ട് മറ്റേ പുള്ളിക്കാട്ടിയില്ലേ ആ പെൺകുച്ചു വെച്ചു പുറത്താവും ചാൻസ് ഉണ്ട്. അനീഷ് പുറത്താവാത്ത അതുകൊണ്ടാണ് എവിക്ഷനിൽ വരുമ്പോ ചിലപ്പോ അനീഷ് പുറത്താവണം. എന്റെ അഭിപ്രായത്തിൽ പുറത്താവണം. ചെയ്യാൻ പറ്റുന്നില്ല. വയ്യാത്തൊരാള് കിടക്കാനാണെങ്കിൽ വേണ്ട. ഈ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ആളുകള് അവൾക്ക് നെഗറ്റീവ് വോട്ട് കൊടുക്കാത്തതുകൊണ്ടോ ഒന്നുമല്ല, രേണുസുതിക്ക് കഴിവില്ല എന്നുള്ള കാര്യം 100%. അതുപോലെ അപ്പാനിശ്വരത്ത് ഇല്ല, അനുമോള്, അതുപോലെ ശാരിക, പിന്നെ എന്താ പറയാ, അല്ല അവർക്ക് ഇത് കളിക്കണ്ടേ ഇതിപ്പോ എല്ലാ ആഴ്ചയും ബിഗ് ബോസിന് ഈ ബിഗ് ബോസ് ഈ വയ്യാത്ത കുറച്ച് ആളുകളുള്ള ആളുകൾ എടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിനാണെന്ന് മനസ്സിലാവും. അവർക്ക് ഗെയിം കളിക്കാൻ പോലും അറിയില്ല. ഒരു വ്യത്യാസം വന്നത് മറ്റേ അല്ല ഞാൻ പറഞ്ഞ വയസ്സായ മറ്റേ സാറിന് പുറത്തു പോയില്ല, രഞ്ജിത്ത് പുറത്തു പോയില്ല. രഞ്ജിത്ത് മാത്രം കുറച്ച് അറിവും, അത് അടുക്കുമ്പോൾ കുറച്ച് അറിവും ഒരു സ്റ്റേണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആളുകളെ വേണമായിട്ട് എടുക്കാൻ. എന്റെ ഒരു അഭിപ്രായത്തിൽ പൊളിറ്റീഷ്യൻസിന് എടുക്കണം. ഇതുവരെ ബിഗ് ബോസ് സീസൺ 7 ഇതുവരെ പൊളിറ്റീഷ്യൻസിന് എടുത്തിട്ടില്ല. അല്ല വന്നു കഴിഞ്ഞാൽ അവരുടെ മൊത്തം ഇത് പോവേ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇമേജ് ഭയങ്കരമായിട്ട് നോക്കി കണ്ട് നിൽക്കുന്ന ആൾക്കാരാണല്ലോ. അവരെങ്ങനെയുള്ളവരാണെന്ന് നമുക്കറിയാം. പക്ഷെ ബിഗ് ബോസ് പോലൊരു ഇതിൽ വരുമ്പോ ഇവരുടെ മൊത്തം ഇമേജ് മാറും. അതുകൊണ്ട് ചിലപ്പോ വിളിച്ചിട്ടുണ്ടാവും, നേരെ വിളിച്ചിട്ട് അപ്പാനിശ്വരത്ത്, അതുപോലെ തന്നെ ഈ പറയുന്ന ശാരിക കലാഭവൻ, ഇവരൊക്കെ വെറുതെ അവർക്ക് പ്രതീക്ഷയില്ല. ഒരു 3 പേരും പ്രതീക്ഷയില്ല. കാരണം ഒരു അമ്മ കളിയാണ്. അതൊരു അമ്മ മുത്തശ്ശി എല്ലാവർക്കും ചോറ് കൊടുക്കുന്നു. മറ്റേ പുള്ളിക്കാരുടെ രേണുസുതി എന്ന് പറഞ്ഞ വയ്യ, അറിയാൻ പാടില്ല. അത് ഇവരോട് മല്ലിട്ട് എന്തിനാണ് മറ്റേ ആളുകൾ സോഷ്യൽ മീഡിയയിൽ കമന്റിന് റിപ്ലൈ പോലും കൊടുക്കാണ്ട് ഇടയ്ക്ക് ഒരു വീഡിയോയില് മുമ്പ് ഓൺലൈൻ മീഡിയയിൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് രേണുസുതി. രേണുസുതി പുറത്തു പോകുന്നത് ഹേറ്റേഴ്സ് കൂടിയിട്ടല്ല, രേണുസുതിയുടെ പേര് സംഭവമുണ്ട്. അതുപോലെ നിർത്തും ബിഗ് ബോസിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വെറുതെ നിർത്തും ഇങ്ങനെ ഒരു വയ്യ വയ്യ എന്ന് പറയുമ്പോ എന്തെങ്കിലും പോകണം, രേണുസുതി പോകണം. അപ്പാനിശ്വരത്ത് കുടുംബശ്രീ ആയിപ്പോയി. അനുമോളൊക്കെ എന്തിനാണ് ഈ ബിഗ് ബോസിലേക്ക് കയറി വന്നത്? എന്തോരം സ്ട്രോങ് ആളുകളുണ്ട്. എന്തിനു അനുമോൾ? എനിക്കറിയാം എന്തോരം ലേഡീസ് ഉണ്ട്, എന്തോരം 1000 പേരെ ഓഡിഷൻ ചെയ്തിട്ട് എടുത്തേക്കുന്ന ആൾക്കാരാണ്. എത്രയോ കിട്ടില്ല മെമ്പേഴ്സ് കിടക്കുന്നു അല്ലേ? സോഷ്യൽ മീഡിയ ആളുകളുണ്ട്, കളക്കണ പിള്ളേര് നിൽക്കുന്നു. എന്തിനാണ് ഇവരുടെ എടുത്തിട്ട് ഇവരെല്ലാവരും? ആദ്യം ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നമുക്കൊരു അയ്യെന്ന് തോന്നാത്ത കുറെ ആളുകളായിരുന്നു. പക്ഷെ ഇത് മാറ്റി പറയേണ്ട അവസ്ഥ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഈ സാധനം ഇതൊക്കെ മാണിക്യങ്ങളില്ലാത്ത ഒരു ബിഗ് ബോസ്. എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരും പുറത്തുനിന്നിട്ട് വേറെ ആൾക്കാരെ കയറുന്നു തോന്നുന്നു. എല്ലാവരും ബാക്ക്. കാരണം ബിഗ് ബോസ് ആദ്യമായിട്ടാ പറയണേ നിങ്ങളെ പരിപാടി വേണ്ടാന്നുള്ളത്. അപ്പൊ എന്തായാലും ഈ എപ്പിസോഡിൽ എടുക്കട്ടെ, നാളെ വീണ്ടും വരുന്നതായിരിക്കും. എന്തെങ്കിലും മാറ്റം വരുമെന്ന് പ്രതീക്ഷയോടെ നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാം, കാണാം, കാത്തിരിക്കാം എന്ത് സംഭവിക്കുമെന്ന്. എന്തോ അഭിലാഷ് ആയില്ല, എന്തുപറ്റി? അഭിലാഷ് മാത്രം സേഫ് സോൺ കളിച്ചവൻ അല്ലേ? അല്ല അത് ഞാൻ പറയുന്നില്ല, അത് നമുക്ക് അടുത്ത ഇതിൽ ഞാൻ പറയാം എന്തുകൊണ്ടായിരിക്കാം നമുക്ക് നോക്കാം. അല്ല എല്ലാവരും ഇപ്പൊ സേഫ് സോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 പേര് എവിക്ഷൻ, എല്ലാവർക്കും മറ്റേ എവിക്ഷനിലും വന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. ഈ ആഴ്ചയില് ബാക്കി 18 അല്ലെങ്കിൽ ഒരു 4 പേരെങ്കിലും പുറത്താവാൻ സാധ്യത വളരെ കൂടുതലാണ്. ബിഗ് ബോസിൽ ഈ പറയുന്ന ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്ന കാര്യം വെച്ചാൽ രേണുസുതി, രന ഫാത്തിമ, അതുപോലെ തന്നെ മറ്റേ പരിസരത്ത് അനുമോള്, ശാരിക കലാഭവൻ, ഇവരെയൊക്കെ അടിച്ച് ഇല്ല. അനുമോള്, ശാരിക കലാഭവൻ, പരിസരത്ത് രേണുസുതി, ഇവരൊക്കെ പോകേണ്ട ആൾക്കാരാണ്. പിന്നെ എന്നിട്ടൊരു കളി വരികയാണെങ്കിൽ വേറെ 2-3-4 കോമഡി 4 വൈൽഡ് കാർഡിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒന്ന്, കാരണം ഇവരെ കളി കണ്ടിട്ട് പുറത്തു. അപ്പൊ അടിച്ചടിച്ചടിച്ച് ഓടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ശരി, എന്തായാലും തുടങ്ങണം.